നമസ്കാരം, ഞാൻ അശോക് നാരായൺ. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ സവിശേഷമായിട്ടുള്ള ഒരു അറിവാണ്. പല വ്യക്തികളും പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ നിരന്തരം പരിശീലിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാം സംഭവിക്കുന്നതായിട്ട് അടുത്ത് നമ്മൾ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നെല്ലാം പറയാറില്ലേ, അതുപോലെ എല്ലാം അടുത്ത് വരുന്നുണ്ട്, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. എവിടെയൊക്കെ ഒരു ബ്ലോക്ക്, അത് ചിലപ്പോൾ മണി ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലുള്ള ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ബ്ലോക്കുകളായിരിക്കാം. ഇത് നിരന്തരം നിങ്ങളെ പിന്തുടർന്ന് വേട്ടയാടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങളെ നമ്മൾ തിരയേണ്ടതുണ്ട്. അതിൻ്റെ കാരണത്തിന് മറ്റെവിടെയും അന്വേഷിച്ചു പോകണ്ട, നമ്മുടെ തന്നെ ഉള്ളിലുണ്ട് അതിൻ്റെ കാരണം. എല്ലാത്തിൻ്റെയും കാരണം നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതൊന്ന് കണ്ടെത്തുകയേ വേണ്ടൂ. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. ഈ വിധത്തിലുള്ള ബ്ലോക്കുകളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളതല്ല, പ്രധാനപ്പെട്ട കാരണം തന്നെ എന്ന് പറയുന്നത്, നമ്മൾ എന്തിനോടൊക്കെയോ ആരോടൊക്കെയോ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു, ഉപാധികളില്ലാതെ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു, നിരുപാധികം മാപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഫർഗീവ്നെസ്. ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫർഗീവ്നെസ്. സ്വാഭാവികമായിട്ടും ചോദിക്കും, എനിക്ക് ആരോടും വെറുപ്പില്ലല്ലോ, ആരോടും പകയില്ലല്ലോ, ദേഷ്യമില്ലല്ലോ, ആരോടും ഈ വിധത്തിൽ ഞാൻ ക്ഷമിക്കാൻ ബാക്കിയില്ലല്ലോ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആരുടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു മുറിവ് ഇപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ചിലപ്പോൾ കേവലം ഒരു കുഞ്ഞു മുറിവായിക്കോട്ടെ, ഒരു പോറലായിക്കോട്ടെ, അങ്ങനെയാണ് എങ്കിൽ പോലും ആ വ്യക്തിയോട് നിരുപാധികം ക്ഷമിക്കുക, നിരുപാധികം മാപ്പ് കൊടുക്കുക. അതിന് മറ്റൊന്നും വേണ്ട, കൂടുതൽ സങ്കീർണതകളിലേക്ക് ഒന്നും പോണ്ട. പിന്നെയോ ധ്യാനാത്മകമായ ഒരിടത്ത് കണ്ണുകളടച്ച് ധ്യാനാത്മകമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ കാണുക, ആ വ്യക്തിയോട് മനസ്സുകൊണ്ട് പറയുക, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപാധികളില്ലാതെ മാപ്പ് തന്നിരിക്കുന്നു, എനിക്ക് നിങ്ങളോടിപ്പോൾ നിറഞ്ഞ സ്നേഹം മാത്രമാണുള്ളത്, എനിക്ക് നിങ്ങളോടിപ്പോൾ നിറഞ്ഞ കൃതജ്ഞത, നിറഞ്ഞ നന്ദി മാത്രമാണുള്ളത് എന്ന് മനസ്സുകൊണ്ട് നല്ല ഫീലോട് കൂടി തന്നെ അത് സ്വയം പറയുക. ആ ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചേക്കുക. ഒന്ന്, ആരോടെങ്കിലും എന്തിനോടെങ്കിലും ക്ഷമിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ക്ഷമിക്കപ്പെടുക എന്നുള്ളത്. അതായത് നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ ചിലപ്പോൾ ചിന്തകൾ പോലും മറ്റൊരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളിൽ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാടൊന്നും ആലോചിച്ച് പിന്നിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോൾ ഞാനിത് പറഞ്ഞു നിർത്തിയ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ ചില മുഖങ്ങൾ കടന്നു വന്നില്ലേ? അവരോടൊക്കെ തന്നെയാണ് ക്ഷമ ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കും? നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, നേരിട്ട് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അത് തന്നെ ചെയ്യാം. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റില്ല, അത് പല കാരണങ്ങൾ കൊണ്ടുമാകാം. നിങ്ങൾക്കറിയാം കാരണങ്ങൾ. ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുമല്ലെങ്കിൽ ഇതും പറഞ്ഞ് നമുക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കൊള്ളണമെന്നില്ല, അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിലും ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ധ്യാനാത്മകമായ ഒരിടം തിരഞ്ഞെടുക്കുക, ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുക. അതെങ്ങനെ എന്നെല്ലാം ഇതിന് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനുശേഷം അവരോട് മാപ്പ് ചോദിക്കുക, ഉപാധികളില്ലാതെ മാപ്പ് ചോദിക്കുക, ഉപാധികളില്ലാതെ ക്ഷമ പറയുക. അതിന് നിങ്ങളുടേതായിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രീതികൾ സ്വയം തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഉപാധികളില്ലാതെ ക്ഷമ പറയുക.
അതോടൊപ്പം തന്നെ അവരോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത്, സ്നേഹത്തോടു കൂടി ഇടപഴകുന്നത്, ഇതെല്ലാം മനസ്സുകൊണ്ട് ഭാവനയിൽ കാണുക. നിങ്ങൾക്ക് കാണാവുന്നിടത്തോളം കാണുക. മനസ്സിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ആ തരം ഭാരങ്ങളും പൂർണ്ണമായിട്ടും ഇറക്കി വെച്ചേക്കുക. പ്രപഞ്ചത്തിനോട് നന്ദി പറയുക, സാഹചര്യങ്ങളോട് നന്ദി പറയുക, അറിവുകളോട് നന്ദി പറയുക. അതിനുശേഷം പൂർണ്ണമായിട്ടും എന്താ നമ്മൾ പറയുക, ഭാരമില്ലാതായ പഞ്ഞിക്കെട്ട് പോലെയുള്ള മനസ്സില്ലേ, ആ മനസ്സോടുകൂടി ഒരു ഒരു സുഗന്ധപൂർണമായിട്ടുള്ളൊരു പൂ വിടരുന്നത് എങ്ങനെയുണ്ടാകും, ആ വിധത്തിലുള്ള മനോഭാവത്തോടു കൂടി സാവധാനം കണ്ണു തുറക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയെല്ലാമാണോ ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് സംഭവിക്കേണ്ടത്, അത് സംഭവിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസേഷൻ കൊടുക്കുക, അഫർമേഷൻ കൊടുക്കുക. അത് സംഭവിക്കുന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ സമർപ്പിക്കുക. അത്ഭുതകരമായിട്ട് സംഭവിച്ചിരിക്കും. ഇത് നിങ്ങൾ ചെയ്യൂ. ഈ വിധത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് സമഗ്രമായിട്ട് ആധികാരികമായിട്ട് പഠിക്കണം, പരിശീലിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ്ങുകളുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിലോ 7510164997 എന്നുള്ള നമ്പറിലോ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ജീവിതത്തിൽ സമഗ്രമായിട്ടുള്ള പുരോഗതി, അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ഉയർച്ചയിലേക്കുള്ള ഒരു ചുവടുവയ്പ് അവിടെ തുടങ്ങാൻ നമുക്കൊരുമിച്ച്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ രേഖപ്പെടുത്താം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.